ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പതിവ് പോലെ രാവിലെ തന്നെ ചായ കാച്ചിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ ഓരോ ബാറ്ററായിട്ട് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇതാവുമ്പോഴേ എനിക്കൊന്നും കൂടി ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും ചെയ്യും. എന്തേനി ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ബാക്കി വന്നപ്പം അതുണ്ട്, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് അടുത്ത ബാറ്ററും കൂടി ഒഴിച്ചിട്ട് നമ്മൾ എണ്ണയ്ക്കൊന്ന് തൂവി കൊടുത്തിട്ട് പിന്നെ അടുത്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ദിവസമായിട്ട് ജലദോഷം പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ജലദോഷമൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോയിസിൽ ചെറിയ ഒരു സൗണ്ട് വ്യത്യാസം കേൾക്കാൻ മതി. അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് ചൂടുള്ള ചായ കിട്ടിയാൽ വലിയ കിട്ടലാണ് കേട്ടോ. കാരണം ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ചൂടുള്ള ചായ കിട്ടണമല്ലോ. അത് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു തൊണ്ടക്കൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നമ്മളെ ഇതുണ്ടല്ലോ തുളസിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ആവി പിടിച്ചേ. കാരണം നല്ല പോലെ ഇടങ്ങേറാവുന്നുണ്ട് കേട്ടോ. എത്ര ഇടങ്ങേറായാലും മുലയ്ക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വേഗം മുറ്റത്തേക്ക് വന്നിട്ട് കുറച്ച് ഓലക്കൊടി ഉണ്ടായിരുന്നേ, അതൊക്കെ കഴിയുന്നത് വേഗം തറച്ച് വെച്ചു കേട്ടോ. കാരണം ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയാലേ മഴ പെയ്യാൻ ഒരുങ്ങുന്ന പോലെ മൂടലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കഴിയണത് എനിക്ക് പറ്റണത് ഇപ്പം തന്നെ എടുത്തിട്ട് ഒന്ന് ഓലക്കൊടിയൊക്കെ ഒന്ന് തറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഓലക്കൊടി തറക്കലും ഒക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മുറ്റടിച്ച് ചാരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓലക്കൊടി ഒന്ന് കഴിയണോടത്തോളം ഒന്ന് തറച്ചിട്ടു. ഇത് നമ്മളെ കണ്ടത്തിലൊക്കെ വീണ് കിടക്കുമായിരുന്നു. അവിടുന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ എന്നും ചാരി വെക്കുന്ന സ്ഥലത്ത് തന്നെ ചാരി വെച്ചാണ് കേട്ടോ. അങ്ങനെ ഒരു കെട്ട് മാത്രം ഉണ്ടാക്കിയപ്പോഴേക്ക് എനിക്കാകെ കുഴക്കായിപ്പോയി കേട്ടോ. കാരണം ജലദോഷം പിടിച്ചിട്ട് തലയ്ക്ക് എന്തോ ഒരു മാതിരിക്കാനേ. അങ്ങനെ ഞാൻ ഒരു കെട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ട് പോന്നു കേട്ടോ. ബാക്കി ഇനി ഒഴിപോലെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ്. ഇപ്പം ഇഷു മദ്രസിലും ഒക്കെ പോയതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞ പാടെ തന്നെ ചോറിനുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നേരെ അരിയൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് തന്നെ മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വേഗം മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പൊടിയാണ് കേട്ടോ ഇപ്പോൾ മുറ്റത്ത്. ആ പൊടിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എനിക്ക് ജലദോഷം വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കള ഭാഗം ഇന്നലെ എനിക്ക് അടിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല പോലെ ചമ്മലുണ്ട് കേട്ടോ. ഒന്നാമത് വെയ്യാത്തതുകൊണ്ടും ആകെ എന്തൊക്കെ ഒരു മാതിരിയാണ്. അപ്പോൾ ഇന്ന് എല്ലാം കൂടി അടിച്ചുകൂട്ടി വാരിയിട്ട് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൊത്തം അടിച്ചുകൂട്ടി വാരി ചൂടാനൊരുങ്ങുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് എണീക്കാൻ എന്നെ തോന്നുന്നില്ല കേട്ടോ. കാരണം ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. വേറെ പനിയൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് കേട്ടോ ജലദോഷം പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, കുറച്ചുകൂടി കടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ. വേറെ ഒരാൾ വന്നിട്ട് ചെയ്തു തരുമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം എണീറ്റ് പിന്നെ മോനെ പറഞ്ഞേക്കാണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വേഗം എണീറ്റിട്ട് പിന്നെ അടുപ്പത്തേക്ക് വന്നിട്ട് ഓരോ പണികളായിരുന്നേ. അതിൻ്റെ ഇടയിൽ ഞാൻ തലേന്നത്തെ പത്തിരിയും ഇറച്ചിക്കറി ഉണ്ടായിരുന്നേ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഇറച്ചിക്കറിയായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് പത്തിരി കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കാരണം കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അത് കഴുകി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കുറേ സമാധാനമായി കേട്ടോ. കാരണം ഈ പാത്രങ്ങൾ സിങ്കിൽ കൂടി കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറാണല്ലേ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല പോലെ വെയിലുദിച്ച് വരുന്നുണ്ട്. പിന്നെ ഇന്ന് പച്ചരി ഉണ്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത്. അതൊന്ന് വെയിലത്തിടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നോക്കണം. പിന്നെ നമ്മൾ കർമൂസ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വെന്ത് വന്നപ്പം കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. എന്നും ചെറിയ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ലേറ്റായിട്ട് 9:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് പോകാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നേരം കണ്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചോറ് ഞാൻ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് കർമൂസ താളിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അച്ചാറുണ്ടായിരുന്നല്ലോ ഓർക്കാപ്പുളീൻ്റെ, അതും കൂടി വെച്ചു കേട്ടോ. ഞാൻ കോഴിമുട്ട ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്.
വെച്ചിട്ടുണ്ടായിരുന്നേ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കോഴിമുട്ട നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ. കാണാനില്ല വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടേന്. അങ്ങനെ പിന്നെ ഇതാ ചെറിയ ഒക്കെ ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ, രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇതാ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നിട്ട് മൊത്തം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചാരിയിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ജനൽ തുറന്നാൽ നേരെ കാണാം ഇതുപോലെ പാടും മുറ്റും നല്ല ഭംഗിയാണ് കേട്ടോ. ഇളം കാറ്റൊക്കെ വരുമ്പോൾ നല്ല രസമാണ്, കിളികളെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ബ്ലാങ്കറ്റുകൾ 2 ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് മടക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നിർത്തിയിട്ടിട്ട് ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് അതൊന്ന് റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. മോള് നേരം വൈകി എണീക്കണതുകൊണ്ട് തന്നെ ചിലപ്പം ബെഡ്ഷീറ്റും ഇതൊന്നും മടക്കി വെക്കാൻ കഴിയില്ല കേട്ടോ. ഞാനത് മടക്കി വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഉണരുക, അപ്പോൾ പിന്നെ ലാസ്റ്റാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ പച്ചരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ ഞാനൊരു 6 കിലോന് ഇപ്പോൾ ഒരു എടുത്തിട്ട് ഇതാ ഒന്ന് നല്ലപോലെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മുറ്റത്തുള്ള കൊട്ടതളത്ത് കൊണ്ടുപോയി കേൾക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി ഈസിയും ഒരായാസം ഉണ്ടാവുക. പക്ഷേ മുറ്റത്തേക്ക് കൊണ്ടുപോകാൻ ആവണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഔത്തത്തെ സിങ്കിൽ തന്നെ ഒക്കെ പച്ചരി നല്ലപോലെ കേകി എടുത്തിട്ട് ഒന്ന് എന്താ വെള്ളം ഒന്ന് വാർക്കാൻ വേണ്ടിയിട്ട് വെക്കൂലേ, അതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ചോർന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് ഇതാ ആകൊക്കെ ഒന്ന് മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട്. ഇവിടെ പുറത്ത് റൂമിൽ നമ്മൾ നാളെ നോമ്പ് പണിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ നല്ല പോലെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞുകൊണ്ട് ചെതൽ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊടാതെ വെച്ചാൽ അങ്ങനെയൊന്നും വരില്ല, പക്ഷേ വീണ്ടും അത് നമ്മൾ നല്ല പോലെ എന്താ പറയുക ചെതലൊക്കെ തട്ടിപ്പോകുന്നതുകൊണ്ട് പിന്നെയും നല്ല പോലെ ചെതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ആ റൂം ഒന്നും കൂടി നന്നാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്ക് വന്നതാണ്. ഇപ്പോൾ തോട്ടിൽ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ, ഇത്തിരി വെള്ളമേ ഉള്ളൂ. നമ്മൾ നെരിയാണിൻ്റെ ഒക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ തോട്ടിലേക്കൊന്നും അലക്കാനൊന്നും പോവാറില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പായൊക്കെ വിരിച്ച് ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് വെയിലുണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടേ. ഒരുപാട് പേര് നല്ല നല്ല കമൻസ് അയക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടും വേണം കേട്ടോ. അപ്പോൾ ആരും കമൻറ്റ് അയക്കാതിരിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അയക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ എന്താ നമ്മളതൊക്കെ ഒന്ന് വെയിലത്ത് ചിക്കിയതിന് ശേഷം വേഗം വന്നിട്ട് അകം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. മുറ്റത്ത് പൊടി ഉള്ളതുകൊണ്ട് തന്നെ അകത്ത് എന്നും തുടക്കേണ്ട അവസ്ഥ ആയി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകം തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞിട്ടോ, ഇനി നമുക്ക് അലക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.